ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ പ്രവാചകരെ കണ്ടു നോമ്പനുഷ്ഠിക്കുന്നവരായി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാൻ മാസം വന്നപ്പോ തങ്ങൾ ഇങ്ങനെ നോമ്പ് പിടിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട് ചോദിക്കുകയാ, മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ശഅബാനിൽ ഇങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്തിലായി നിലകൊള്ളുന്നത് എന്തിനാ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ വ റമളാൻ. ഇതൊരു മാസമാണ്, ഇത് പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമായ റമളാൻ മാസം, ഏറ്റവും ശ്രേഷ്ഠമായ മാസം. ആ റമളാനിനും പവിത്രമാക്കപ്പെട്ട മാസമായി ഖുർആൻ പറഞ്ഞ 4 മാസങ്ങളിൽ ദുൽഹിജ്ജ, ദുൽഖഅദ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളിൽ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട റജബിന്റെയും ഇടയിലുള്ളതാകുന്ന ഈ ശഅബാൻ മാസം പലരും അമൽ ചെയ്യാതെ അശ്രദ്ധരായി പോകുന്നുണ്ട്. ഇത് അശ്രദ്ധയുടെ മാസമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇബാദത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നോമ്പ് പിടിച്ച് നിലകൊള്ളുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? നമുക്ക് അശ്രദ്ധ ബാധിച്ചില്ലേ? റജബ് വന്നപ്പോ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ആ റമളാൻ എന്നൊരു ഓർമ്മ ചിന്തയിൽ വന്നായിരുന്നു. പിന്നെ അതിങ്ങനെ ദ്വാരന്ന് ശഅബാനൊക്കെ എത്തി പതങ്ങ് വിട്ട്. ഇപ്പൊ ദ്വാരക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ഇല്ല, റമളാൻ വരുന്നു എന്നുള്ളൊരു ചിന്തയില്ല. അത് വരുന്നത് ലാസ്റ്റ് 2 ദിവസം മുമ്പായിരിക്കും, ശഅബാൻ തീരാറാവുമ്പോൾ. ശഅബാനിൽ ഞാനിങ്ങനെ നോമ്പ് പിടിക്കുന്നത് ഗഫലത്തിന്റെ മാസമായതുകൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയുടെ മാസമാണ്. നബി തങ്ങൾ പറഞ്ഞു നിർത്തിയില്ല. നബി തങ്ങൾ പറഞ്ഞു, വഹുവ ശഹ്റുൻ, ഇതൊരു മാസമാണ്. അശ്രദ്ധയുടെ മാസം മാത്രമല്ല, തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിലേക്ക് വർഷത്തിൽ ഒരു മനുഷ്യൻ ചെയ്തതാകുന്ന അമലുകളെ കയറ്റിക്കൊണ്ടുപോകുന്ന മാസമാണ്. നമ്മുടെ അമലുകളെ 3 രീതിയിലാണ് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകുക. ഒന്ന്, എല്ലാ ദിവസവും കൊണ്ടുപോകുന്നുണ്ട്, എല്ലാ ദിവസവും അമലിനെ ഉയർത്തപ്പെടും. മറ്റൊന്ന്, ആഴ്ചയിൽ ഉയർത്തപ്പെടും 2 പ്രാവശ്യം. മൂന്നാമത്തത്, വർഷത്തിൽ ഉയർത്തപ്പെടും. എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നതാകുന്ന സമയമാണ് അസറിന്റെ സമയവും സുബഹിക്ക് ശേഷം. അസർ കഴിഞ്ഞും സുബഹി കഴിഞ്ഞും സുബഹി മുതൽക്കുള്ളതാകുന്ന അമലുകളെ മുഴുവനും ഒരു കൂട്ടം മലക്കുകൾ സുബഹിക്ക് വന്നിട്ട് നമ്മളോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കും. ഹദീസാണ്, ഹദീസ് ഞാൻ പറയാം. ജമാഅത്തായി നിസ്കരിച്ച് സുബഹി മുതൽക്ക് അസർ വരെ റഖീബ് അതീദ് അലൈഹി വസ്സലാമിനോടൊപ്പം നിലകൊണ്ടിട്ട് അവരെല്ലാ നന്മകളും റെക്കോർഡിക്കലും വാങ്ങിച്ച് അസർ നമസ്കാരത്തിന് വേറൊരു കൂട്ടം ജമാഅത്ത് നിസ്കാരത്തിനായിട്ട്